നമ്മുടെ ബിസിനസ്സിലേക്ക് കുറച്ച് പൈസ വരികയാണ്. അത് പല രീതിയിലായിരിക്കാം. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് പ്രൊപ്പറേറ്റർ ക്യാപിറ്റലായിട്ട് കുറച്ച് പൈസ കൊണ്ടുവന്നായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അടുത്തുനിന്ന് കടം വാങ്ങിച്ചതായിരിക്കാം. ബിസിനസ് ഏതെങ്കിലും പേഴ്സൻ്റെ അടുത്തുനിന്നോ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്തുനിന്നോ കടം വാങ്ങിച്ചതായിരിക്കാം. അതല്ലെങ്കിൽ നമ്മൾ സെയിൽ ചെയ്തതായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് തരാനുള്ള പാർട്ടി തന്ന പൈസ ആയിരിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വരുമാനമായിരിക്കാം. ഇങ്ങനെ വരുന്ന ഫണ്ട്, നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്ന പൈസയൊക്കെ നമ്മൾ റെസീപ്റ്റ് എന്നാണ് പറയുക. അതായത് റെസീപ്റ്റ് ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ ഇങ്ങനെ പൈസ വരിക എന്ന് പറയുമ്പോൾ അത് ക്യാഷ് ആയിട്ടും വരാം, ബാങ്ക് ആയിട്ടും വരാം. അങ്ങനെ പൈസ വരുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പേ അതിനെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് റെസീപ്റ്റ് വൗച്ചർ എന്ന് പറയുന്നത്. അതായത് ഒരു റെസീപ്റ്റ് വൗച്ചർ പ്രിപ്പയർ ചെയ്യുമ്പം റെസീപ്റ്റ് വൗച്ചറിൽ നമ്മൾ ഡേറ്റ് മെൻഷൻ ചെയ്യും, ഏത് ഡേറ്റിലാണ് ഈ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത് എന്നുള്ളത്. റെസീപ്റ്റ് വൗച്ചറിന് ഒരു നമ്പർ ഉണ്ടാവും. അതിന് പുറമെ ഇത് എങ്ങനെയാണ് ഈ ഫണ്ട് വന്നിരിക്കുന്നത്, ക്യാഷ് ആയിട്ടാണോ ബാങ്ക് ആയിട്ടാണോ നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്നത്, എത്ര എമൗണ്ട് റിസീവ് ചെയ്തു, അത് റിസീവ് ചെയ്യാനുണ്ടായ കാരണം എന്താണ് എന്നീ കാര്യങ്ങളൊക്കെ റെസീപ്റ്റ് വൗച്ചറിൽ നമ്മൾ മെൻഷൻ ചെയ്യും. അതിനു പുറമെ ഒരു ഓതറൈസ്ഡ് പേഴ്സൺ അത് എന്ത് ചെയ്യും, ആ റെസീപ്റ്റ് വൗച്ചർ സൈൻ ചെയ്യും. നമുക്ക് ടാലി പ്രൈം സോഫ്റ്റ്വെയറിൽ എങ്ങനെ ഈ റെസീപ്റ്റ് വൗച്ചർ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. എൻ്റെ പേര് റസീം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ NSKL എഡ്യൂക്കേഷൻ. ഒരു റെസീപ്റ്റ് വൗച്ചർ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ കമ്പനി ഓപ്പൺ ചെയ്തു. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ എന്നുള്ള ഏരിയയിൽ വൗച്ചേഴ്സ് എന്നുള്ള ഏരിയ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് വൗച്ചർ ക്രിയേഷൻ സ്ക്രീൻ ഇവിടെ ഓപ്പൺ ചെയ്ത് വന്നു. ഇപ്പോൾ കാണുന്ന വൗച്ചർ എന്ന് പറയുന്നത് പേയ്മെൻറ്റ് വൗച്ചറാണ്. നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ ആവശ്യമുള്ളത് റെസീപ്റ്റ് വൗച്ചറാണ്. അപ്പോൾ നിങ്ങൾ റെസീപ്റ്റ് വൗച്ചർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റെസീപ്റ്റ് എന്നുള്ള വൗച്ചറിൽ ക്ലിക്ക് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഫംഗ്ഷൻ കീ ആയിട്ടുള്ള F6 ക്ലിക്ക് ചെയ്തതിനാലും റെസീപ്റ്റ് വൗച്ചർ ഓപ്പൺ ആയി കിട്ടുന്നതാണ്. റെസീപ്റ്റ് വൗച്ചർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാനുണ്ടാവുക ഡേറ്റ് മാറ്റുക എന്നുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഏത് ഡേറ്റിലാണോ ഈ റെസീപ്റ്റ് നടന്നിരിക്കുന്നത്, ട്രാൻസാക്ഷൻ എന്നാണ് നടന്നിരിക്കുന്നത്, ആ ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ മാറ്റി കൊടുക്കാം. ഫംഗ്ഷൻ കീ ആയിട്ടുള്ള F2 ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡേറ്റ് മാറ്റുക. ഇവിടെ റെസീപ്റ്റ് വൗച്ചർ നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് റെസീപ്റ്റ് വൗച്ചർ നമ്പർ 1 ആണ്. അതിനുശേഷം ഇവിടെ ചോദിക്കുന്നത് അക്കൗണ്ട് ആണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന റെസീപ്റ്റ് വൗച്ചർ എന്ന് പറയുന്നത് സിംഗിൾ എൻട്രി ഫോർമാറ്റിലുള്ള റെസീപ്റ്റ് വൗച്ചർ ആണ്. നമുക്ക് ഇൻ കേസ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ എൻട്രി ഫോർമാറ്റിലുള്ള റെസീപ്റ്റ് വൗച്ചറും അവൈലബിൾ ആണ്. അത് ആവശ്യം നിങ്ങൾക്ക് ചേഞ്ച് മോഡ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ സൈഡിൽ ചേഞ്ച് മോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരമുള്ള റെസീപ്റ്റ് വൗച്ചർ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അക്കൗണ്ടിൻ്റെ അവിടെ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഈ റെസീപ്റ്റ് വന്നിരിക്കുന്നത് ക്യാഷ് ആയിട്ടാണോ ബാങ്ക് ആയിട്ടാണോ, ഏത് അക്കൗണ്ട് ത്രൂ ആണ് നിങ്ങൾ റിസീവ് ചെയ്തിരിക്കുന്നത്, അതാണ് ഇവിടെ അക്കൗണ്ട് അവിടെ കൊടുക്കേണ്ടത്. ഞാനിവിടെ തൽക്കാലം ക്യാഷ് എന്നുള്ള അക്കൗണ്ട് ചൂസ് ചെയ്യുകയാണ്. പെർട്ടിക്കുലേഴ്സിൻ്റെ അവിടെ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഈ റെസീപ്റ്റ് കിട്ടാനുണ്ടായ സാഹചര്യം എന്താണ്, എങ്ങനെയാണ് ഈ റെസീപ്റ്റ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ക്യാപിറ്റലായിട്ടായിരിക്കാം. അപ്പോൾ ക്യാപിറ്റലായിട്ടാണ് നിങ്ങൾ റെസീപ്റ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ക്യാപിറ്റലായിട്ട് ബന്ധപ്പെട്ട് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ലോൺ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ലോണിൻ്റെ ലെഡ്ജർ നിങ്ങളിവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ, റെസീപ്റ്റ് വൗച്ചറിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള ലെഡ്ജർ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കീബോർഡിൽ Alt+C പ്രസ് ചെയ്യുക. ലെഡ്ജർ ക്രിയേഷൻ സ്ക്രീൻ ഇവിടെ ഓപ്പൺ ആയി. ഞാനിവിടെ തൽക്കാലം ഈ റെസിപ്റ്റ് ക്യാപിറ്റൽ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ലെഡ്ജറിൻ്റെ പേര് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് കൊടുത്തു. അതിൻ്റെ അണ്ടറായിട്ട് ഗ്രൂപ്പ് ഞാൻ സെലക്ട് ചെയ്തു, ക്യാപിറ്റൽ അക്കൗണ്ട്. ലെഡ്ജർ ക്രിയേഷൻ കംപ്ലീറ്റ് ആയി. അതിനുശേഷം പിന്നെ കൊടുക്കേണ്ട ഏരിയ വാല്യൂ ആണ്. എമൗണ്ടിൽ എത്രയാണോ എമൗണ്ട് റിസീവ് ചെയ്തിരിക്കുന്നത് അത് വേണം കൊടുക്കാൻ. ഞാനിവിടെ ഒരു 10 ലക്ഷം ക്യാപിറ്റൽ കാണിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റിലായിട്ട് ഇതിൻ്റെ നെറേഷൻ കൊടുക്കാം. നിങ്ങളുടേതായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ വെച്ചിട്ട് ഈ നെറേറ്റ് ചെയ്തിട്ട് ഈ റെസീപ്റ്റ് എന്ത് കാരണം കൊണ്ടാണ് കിട്ടിയെന്നുള്ളത് സ്പെസിഫൈ ചെയ്യാം. ഇവിടെ നമ്മൾ ഈ റെസീപ്റ്റ് വൗച്ചറിൽ കൊടുക്കാൻ ഉള്ള എല്ലാ ഇൻഫോർമേഷനും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ചെയ്യാനുണ്ടാവുക ഈ റെസീപ്റ്റ് വൗച്ചർ പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കോപ്പി നമുക്ക് പ്രിൻറ്റ് ചെയ്തിട്ട് നമ്മുടെ പാർട്ടിക്ക് ആരെ കയ്യിൽ നിന്നാണോ റിസീവ് ചെയ്തിരിക്കുന്നത് അയാൾക്ക് നമുക്കൊരു കോപ്പി കൊടുക്കാം. ഒരു കോപ്പി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫയലിൽ തന്നെ കീപ്പ് ചെയ്യുകയും ചെയ്യാം. അതിൽ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുകളിലായിട്ട് പ്രിൻറ്റ് എന്നുള്ള ഓപ്ഷൻ കാണും. അതല്ല കീബോർഡിൽ Alt+P എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
ഞാൻ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം കറണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ പ്രിൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് PDF ഫോർമാറ്റിലോ അതല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഒരു പ്രിൻ്റർ കണക്ട് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കാനും സാധിക്കും. തൽക്കാലം ഞാൻ നിങ്ങൾക്ക് പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം റെസീപ്റ്റ് വൗച്ചർ. NSKL എഡ്യൂക്കേഷൻ്റെ റെസീപ്റ്റ് വൗച്ചറാണ്. റെസീപ്റ്റ് വൗച്ചർ നമ്പർ 1 ആണ്. നമ്മൾ ഡേറ്റ് ചെയ്തിരിക്കുന്നത് 2nd April 2023 റെസീപ്റ്റ് നടന്നിരിക്കുന്നത്. എമൗണ്ട് ആയിട്ട് നമ്മൾ പെർട്ടിക്കുലേഴ്സിൽ കാണുന്നത് ക്യാപിറ്റലായിട്ട് റിസീവ് ചെയ്തതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. വാല്യൂ നമ്മൾ 10 lakhs കൊടുത്തു. അതിനുശേഷം ത്രൂ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ക്യാഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ എന്താണ് നറേഷൻ പ്രകാരം ഇൻട്രൊഡ്യൂസ്ഡ് ക്യാപിറ്റൽ ഇൻ ടു ദ ബിസിനസ്. ഇങ്ങനെയായിരിക്കും ഒരു റെസീപ്റ്റ് വൗച്ചറിൻ്റെ ഫോർമാറ്റ് ഉണ്ടാവുക. ഇത് നമ്മൾ ഓതറൈസ് സിഗ്നേച്ചർ ആരാണോ, മാനേജർ ആണെങ്കിൽ മാനേജർ അല്ലെങ്കിൽ പ്രൊപ്പറേറ്റർ ആരാണോ സൈൻ ചെയ്യേണ്ടത് അവർ ഇവിടെ സൈൻ ചെയ്യും. സൈൻ ചെയ്തിട്ട് ഒരു കോപ്പി നമ്മൾ എന്ത് ചെയ്യും, ആ റിസീവ് ആരാണോ പൈസ തന്നിരിക്കുന്നത് അവർക്ക് നമ്മൾ കൊടുക്കുകയും ചെയ്യും. ഒരു കോപ്പി നമ്മുടെ കയ്യിൽ ഫയലിൽ കീപ്പ് ചെയ്യുകയും ചെയ്യും. ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം എൻ്റർ കീ പ്രസ് ചെയ്തിട്ട് ആക്സെപ്റ്റ് എന്നുള്ള ഏരിയയിൽ യെസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റെസീപ്റ്റ് വൗച്ചർ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് റെസീപ്റ്റ് വൗച്ചറോടെ ഓപ്പൺ ആയി കിട്ടും. റെസീപ്റ്റ് വൗച്ചർ നമ്പർ 2 എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരു ക്യാഷ് വരുന്ന സമയത്ത് നമുക്കൊരു റെസീപ്റ്റ് വൗച്ചർ പ്രിപ്പയർ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.